നമുക്ക് കിട്ടിയിരിക്കുന്നത് ഐഫോൺ എക്സസ് എന്ന് പറഞ്ഞ മോഡലാണ്. കംപ്ലയിൻറ്റ് എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് കംപ്ലയിൻ്റ് ഉണ്ട്. അതായത് ടച്ച് ഗ്ലാസ് പൊട്ടിയിട്ട് ടച്ച് വർക്ക് ചെയ്യുന്നില്ല പ്രോപ്പറായിട്ട്, അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് റീസ്റ്റാർട്ട് ആകുന്നുണ്ട്, പിന്നെ ബാറ്ററിയും ബൾജായിട്ട് സാധനം ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ഫ്രെയിമിൽ നിന്ന് വരെ വിട്ടിട്ടാണ് ഈ സംഭവം വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് വന്നത്. അപ്പോൾ അതായത് റീസ്റ്റാർട്ടിംഗ് ഉണ്ട്, ചാർജ് നിൽക്കുന്നില്ല, പിന്നെ ബാറ്ററി ബൾജായിട്ടുണ്ട്, ടച്ച് പ്രോപ്പറായിട്ട് വർക്കിംഗ് ഇല്ല, ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി വന്ന് അങ്ങനെയാണ് ആദ്യം തന്നെ ഞാൻ ചെക്ക് ചെയ്തൊക്കെ സെറ്റിങ്സ് കയറിയിട്ട് ഞാൻ ആദ്യം ഇതിൻ്റെ റീസ്റ്റാർട്ടിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്നുള്ളത് ഞാൻ പാനിക്ക് നോക്കാൻ വേണ്ടി കുറച്ച് അങ്ങോട്ട് ഇവിടെ ഓട്ടോമാറ്റിക് ടച്ചൊക്കെ ആകുന്നുണ്ട്. അങ്ങനെ പാനിക് റിപ്പോർട്ട് ഉണ്ടോ നോക്കി പാനിക് റിപ്പോർട്ട് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് പാനിക് എന്നുള്ളൊരു ഓപ്ഷനിൽ റിപ്പോർട്ട് ഉണ്ട്. അതായത് റീസ്റ്റാർട്ടിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാനത് എത്ര ടൈമിലാണ് റീസ്റ്റാർട്ട് ആവുന്നത് എന്നുള്ളത് ഞാൻ ടൈമർ ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്ത്. അങ്ങനെ ടൈമർ ഇട്ട് സ്റ്റാർട്ട് ചെയ്ത് 1 മിനിറ്റ് ആയിട്ട് റീസ്റ്റാർട്ട് ഇല്ല. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ബാറ്ററിയുടെ അവസ്ഥ എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് സെറ്റിങ്സ് കയറിയിട്ട് കപ്പാസിറ്റി നോക്കുമ്പോൾ 0, അതായത് ബാറ്ററി ഹെൽത്ത് 0 കാണിക്കുന്നത്. അതിനുശേഷം ഞാനിങ്ങനെ കുറച്ച് നേരം വെച്ച് ഏകദേശം ഓൾമോസ്റ്റ് 2 മിനിറ്റായി റീസ്റ്റാർട്ട് ആയില്ല. പിന്നെയും കുറച്ച് 2 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സാധനം റീസ്റ്റാർട്ടായി. അപ്പോൾ ഉറപ്പാണ് എന്തായാലും ഒന്നെങ്കിൽ ചാർജിങ് ഫ്ലക്സിൻ്റെതാവാം, അല്ലാന്നുണ്ടെങ്കിൽ ബാറ്ററിൻ്റെതാവാം. പക്ഷേ ബാറ്ററിൻ്റെ കപ്പാസിറ്റി ഓൾറെഡി 0 കാണിക്കുന്നതുകൊണ്ട് ബാറ്ററിൻ്റെതാവാനാണ് 80%, 80 അല്ല 90% ചാൻസ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചാർജ് കുത്തുന്ന സമയത്ത് മറ്റേ ഇതിനെ 0% റിമൈനിങ്ങും കൂടെ കാണിക്കുന്നുണ്ട്. 0% റിമൈനിങ് ബാറ്ററിനെ കൊണ്ടും വരാറുണ്ട്, ബോർഡിൻ്റെ മുകളിലുള്ള കണക്ടർ കൊണ്ടും വരാറുണ്ട്. അപ്പോൾ ഈ 3-4 കംപ്ലയിൻ്റ് കൊണ്ട് വരാറുണ്ട്. അപ്പോൾ ഒന്നും നോക്കിയില്ല, നേരെ ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ എന്തായാലും ബാക്കി പണി തുടങ്ങാന്നുള്ള രീതിയിൽ അടിയത്തെ 2 സ്ക്രൂവും കഴിച്ച് ഈ ഓൾറെഡി ഇത് ഫ്രെയിമിൻ്റെ മുകളിൽ നിന്ന് വിട്ട് വന്നുകൊണ്ട് തന്നെ ഫ്രെയിം അയക്കുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇവിടെ മാറിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസ്പ്ലേ പൊട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ കഴിക്കുന്നവർ ശ്രദ്ധിച്ച് കഴിക്കുക. ഞാൻ ജസ്റ്റ് എനിക്ക് ഫുള്ള് വീഡിയോ കണ്ടോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ A to Z വീഡിയോ ഒന്നായിട്ട് ഇട്ടത്. അങ്ങനെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഇതിൻ്റെ ബോർഡിൻ്റെ മുകളിലുള്ള സ്ക്രൂകൾ കാര്യങ്ങൾ മൊത്തം കഴിച്ചെടുക്കുക. എക്സസ് ആയതുകൊണ്ട് തന്നെ അതിൽ നമുക്ക് ഒന്ന് Y പോലത്തെ സ്ക്രൂവും വരുന്നുണ്ട്, സ്റ്റാർ സ്ക്രൂവും വരുന്നുണ്ട്. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലത്തെ ഷീൽഡ് നമുക്ക് അങ്ങനെ കഴിച്ചെടുക്കാൻ പറ്റും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ ഡിസ്പ്ലേയുടെ കണക്ടർ വരിക, അതേപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിലെ ഇയർ സ്പീക്കറിൻ്റെ ആ സ്ട്രിപ്പിൻ്റെ കണക്ടർ വരിക. അത് പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫേസ് സൈഡ് വർക്ക് ചെയ്യണമെന്നുണ്ട്, അതിൻ്റെ മുകളിലുള്ള സാധനങ്ങളൊക്കെ മാറ്റിയിടേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ കഴിച്ച് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ മേളിൽ ഫുള്ള് ഒരു ഭാഗത്ത് വെള്ളമുണ്ട്, ഒരു ഭാഗത്ത് ഇങ്ങനെ കച്ചറ കുടുങ്ങിയിട്ടുണ്ട്, ഇവിടെയൊക്കെ ഇങ്ങനെ സൈക്കിളൊക്കെ ഇങ്ങനെ എന്താ പറയുക ചെളിയായിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇതായിട്ടുണ്ട്. അതേപോലെ തന്നെ ഡിസ്പ്ലേൻ്റെ ഇതിൻ്റെ മുകളിൽ തന്നെ കണ്ടില്ല നിങ്ങൾ ഒന്നായിട്ട് പൂപ്പൽ വരെ പിടിച്ചിട്ടുണ്ട്. ആ ഒരു സിറ്റുവേഷനാണ് നമുക്ക് സാധനം കിട്ടിയിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ നമുക്ക് ബാറ്ററി എന്ത് ചെയ്യുക, അയച്ചെടുക്കുക. ഞാൻ കഴിച്ചെടുക്കുക എന്ന് പറയുന്നത് എൻ്റെ നാട്ടിൽ കഴിച്ചെടുക്കുക എന്നാണ് പറയുക. പക്ഷേ ഞാൻ ഈ കഴിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാർ കഴിച്ച് തിന്ന് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും പോട്ടെ, ഞാൻ എന്തായാലും പറഞ്ഞതേ ഉള്ളൂ, നമുക്ക് മനസ്സിലാക്കി തന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ചെക്കിംഗ് ആയിട്ട് വെക്കാനൊരു ബാറ്ററി നമ്മൾ എന്തായാലും എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ചെക്കിംഗ് ബാറ്ററി വെച്ചിട്ട് ഈ റീസ്റ്റാർട്ടിങ് ഉണ്ടോ ഇല്ലയോ നോക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ബാറ്ററി ഇട്ടിട്ട് ഡിസ്പ്ലേ ഇട്ട് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ സാധനം സെറ്റ് ഓണാക്കി. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്ത് ടച്ചിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അവിടെ ഇവിടെ ടച്ച് ചെയ്യുമ്പോഴത്തേങ്ങനെ ചിലപ്പോൾ ഓടി പോകുന്നൊക്കെ ഉണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി പൊട്ടിയതുകൊണ്ട്. അപ്പോൾ അതൊന്നും നോക്കിയില്ല, നമ്മൾ ആദ്യം തന്നെ കപ്പാസിറ്റി നോക്കി. അപ്പോൾ കപ്പാസിറ്റി 0 എന്നുള്ളത് 100 ആയി. ഇപ്പോൾ ഓൾറെഡി ഓക്കെ. ഇനിയിപ്പോൾ നേരെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ടൈമർ ഇട്ട് 2 മിനിറ്റ് കഴിഞ്ഞ് 3 മിനിറ്റ് കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞ് ഇപ്പോൾ റീസ്റ്റാർട്ടിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. നേരത്തെ നമുക്ക് 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും റീസ്റ്റാർട്ട് ആകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ 2 മിനിറ്റും കഴിഞ്ഞ് 5 മിനിറ്റ് വരെ ആയിട്ടും റീസ്റ്റാർട്ട് ആകുന്നില്ല. അപ്പം ബാറ്ററിയുടെ കംപ്ലയിൻ്റ് ആണെന്നുള്ളത് എന്തായി കൺഫേം ആയി. അപ്പം ആ ബാറ്ററി നമ്മൾ എന്തായാലും മാറ്റണം എന്നുള്ളത് കൺഫേം ആയാണ്. ബാറ്ററി എന്തായാലും മാറണം, കാരണം വെച്ചാൽ ഓൾറെഡി ബൾജാണ്. പക്ഷേ ആ റീസ്റ്റാർട്ടിങ്ങിൻ്റെ ഇഷ്യൂ എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചത്. ഇനിയിപ്പോൾ ഗ്ലാസ് ചേഞ്ച് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, പൊട്ടുള്ള ഭാഗത്ത് സെലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിക്കുക. ഈ സെലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിക്കുന്നത് എന്തിനാ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗ്ലാസ് റിമൂവ് ചെയ്യുന്ന സമയത്ത് ചെതറി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ ഗ്ലാസ് നമ്മൾ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്നായിട്ട് ചെതറി അങ്ങ് പോകും, അതാണ് പ്രശ്നം. അപ്പോൾ ഇതിൻ്റെ ടച്ചിൻ്റെ സ്ട്രിപ്പും എല്ലാം നമ്മൾ ഊരി പുറത്തേക്ക് വെച്ചിട്ട് ആ ടച്ചിൻ്റെ സ്ട്രിപ്പിൻ്റെ അതിൻ്റെ മേളിൽ കൂടി, അതായത് ഡിസ്പ്ലേയുടെയും ടച്ചിൻ്റെയും സെൻറ്ററിൽ കൂടി നമ്മൾ എന്ത് ചെയ്യുക, ഈ റിമൂവർ കേബിൾ കൊണ്ട് മെല്ലെ ചെയ്യുക. നമ്മളിത് തിരക്ക് കൂട്ടേണ്ട ഒരാവശ്യമില്ല, കാരണം തിരക്ക് കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസ്പ്ലേ പൊട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. മെല്ലെ ചെയ്താൽ മതി, കാരണം വെച്ച് കഴിഞ്ഞാൽ വെറുതെ തിരക്ക് കൂട്ടിയിട്ട് എന്തിനായിട്ടുള്ളത് പൊട്ടിക്കുന്നത്. അത്യാവശ്യം മെല്ലെയാണ് ഞാൻ ഈ സാധനം ചെയ്യുന്നത്, നമ്മൾ ഓവറാക്കിയില്ല. അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞ് നോക്കുന്ന സമയത്താണ് കാണുന്നത് ഇതിൻ്റെ ടച്ച് പകുതി എൻ്റെ ഡിസ്പ്ലേൻ്റെ മുകളിലും പകുതി ടച്ചിൻ്റെ മറ്റേ ഗ്ലാസിൻ്റെ മുകളിലും ഉള്ളത്. അപ്പോൾ അതും കൂടെ എന്ത് ചെയ്യണം, റിമൂവ് ചെയ്തെടുക്കണം. അത് ജസ്റ്റ് മെല്ലെ നമ്മൾ ഡിസ്പ്ലേ കയ്യിൽ പിടിച്ചിട്ട് ആ ചൂടോടെ തന്നെ നമ്മൾ ആ റിമൂവർ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പോർഷൻ ഇങ്ങനെ മെല്ലെ പൊളിഞ്ഞ് വരും. ആ ഒരു ചൂടോടെ തന്നെ ആക്കുന്നതുകൊണ്ട് പെട്ടെന്ന് കിട്ടും. എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ പൊളിച്ച് കഴിഞ്ഞാൽ സാധനം കൂളായിട്ടിങ്ങനെ വരും. അത് ചില സാധനം പെട്ടെന്ന് വരും. ഈ എക്സസിൻ്റെ ഒക്കെ അധികം പെട്ടെന്ന് വരും, കാരണം എക്സസ് അതിൻ്റെയൊക്കെ ആൾക്കാരെല്ലാം അങ്ങനെ തന്നെ വരിക. എന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്ത് അങ്ങനെ തന്നെ ഡിസ്പ്ലേ ഇനി ഗ്ലാസ് റിമൂവ് ചെയ്തല്ലോ, അപ്പോൾ ഇനി ഡിസ്പ്ലേ ഓക്കെ ആണോ ഇല്ലോ എന്നുള്ള അപ്പോൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കി. ഡിസ്പ്ലേക്ക് യാതൊരു പ്രശ്നമോ ലൈനോ കാര്യങ്ങളോ ഒന്നുമില്ല. ടച്ച് വർക്ക് ചെയ്യില്ല കേട്ടോ, കാരണം ടച്ച് നമ്മൾ റിമൂവ് ചെയ്ത്. അപ്പോൾ ടച്ചിന് ഇട്ട് കഴിഞ്ഞാൽ ബാക്കി നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പം നിലവിൽ ഡിസ്പ്ലേക്ക് ലൈറ്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി അടുത്ത് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് ഫുള്ള് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതായത് ആ പകുതി ടച്ചിൻ്റെ ഗമ്മും അതിൻ്റെ മുകളിലുണ്ടാവും, അല്ലാണ്ട് നമ്മൾ റിമൂവ് ചെയ്തതിൻ്റെ സൈഡത്തെ ഗമ്മ് കാര്യങ്ങൾ, അതായത് ഒറിജിനൽ OCൻ്റെ ഗമ്മ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഒരു ഗമ്മാണ്. അത് ക്ലീൻ ചെയ്തെടുക്കാൻ ചിലത് കുറച്ച് അടങ്ങാറാണ്. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ ഒന്നെങ്കിൽ
നമ്മൾ ലിക്വിഡ് വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. അതേപോലെ തന്നെ ഈ മോട്ടർ വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. മോട്ടർ വെച്ചിട്ട് ആവുന്ന ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലിക്വിഡ് വെച്ചിട്ട് നമ്മൾ മറ്റേ ഇതിൻ്റെ ഡിസ്പ്ലേൻ്റെ മേളിൽ ആവുന്ന വരെ നല്ല രീതിയിൽ നീറ്റായി, അതായത് ഒരു പൊടി പോലും അതിൻ്റെ മുകളിലില്ലാത്ത രീതിയിൽ ഫുള്ള് സെറ്റായിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ ഓവറായിട്ട് അമർത്താൻ നിൽക്കരുത്. ഓവറായിട്ട് പ്രസ്സാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസ്പ്ലേ പൊട്ടും. പിന്നെ താഴത്തെ എന്ത് ഉണ്ടോ എന്നുള്ളത് പ്രത്യേകം നോക്കണം. പേപ്പർ ഡിസ്പ്ലേ ആണ്, താഴത്തെ എന്ത് ഉണ്ടെന്ന് ഡിസ്പ്ലേ ഖറാബോകയാണ്. ഞാൻ ചെയ്യുന്ന കണ്ടിട്ട് ആവേശമൂത്തങ്ങൾ ചെയ്യുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് ആദ്യം തന്നെ എന്ത് ചെയ്തൊരു പേപ്പർ വിരിച്ചൊന്നും ആ സാധനങ്ങളൊക്കെ നീറ്റാക്കിയിട്ട് വെക്കുന്നത്. നമ്മൾ കൗണ്ടർ എപ്പോഴും നീറ്റാണെന്ന് നമുക്ക് സീനില്ല, ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്പ്ലേ ഇട്ട് ഫുള്ള് ക്ലീൻ ചെയ്തല്ലോ. ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒന്നും കൂടി ഇട്ട് ചെക്ക് ചെയ്ത് എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ച് ചെയ്ത് അതിൻ്റെ ചെക്ക് ചെയ്ത് പിന്നെ കാര്യമില്ല. ഡിസ്പ്ലേ ലൈനാണെന്നുണ്ട് പോയി, പഞ്ച് ചെയ്യുമ്പോൾ പോയതാണെന്നുണ്ടെങ്കിലും പോയിട്ടോ. നമ്മൾ വർക്കിൻ്റെ ഇടയിൽ എന്തെങ്കിലും ആയിട്ടുണ്ടോ ഇല്ലോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഡിസ്പ്ലേ ഇട്ട് നോക്കണം. ഇനിയിപ്പോൾ ഡിസ്പ്ലേൻ്റെ കാര്യത്തിൽ എന്താണ് തീരുമാനമായി, പ്രശ്നമൊന്നുമില്ല, ഓക്കെയാണ്. ഇനിയിപ്പോൾ അടുത്ത് എന്ത് ചെയ്യും, നമുക്ക് ഫ്രെയിം ഒന്ന് ക്ലീൻ ചെയ്ത് അവിടെ വെച്ചേക്കാം. അതായത് നമ്മൾ ഇതിൻ്റെ ഹൗസിങ്ങിൻ്റെ മുകളിൽ ഫുള്ള് കച്ചറയാണല്ലോ, അപ്പോൾ അത് മൊത്തം ഒന്ന് ക്ലീൻ ആക്കി എന്നതിന് ശേഷം നമ്മൾ അതിൻ്റെ പഴയ ഗമ്മ് കാര്യങ്ങളൊക്കെ ഫുള്ള് റിമൂവ് ചെയ്ത് സെറ്റാക്കി വെക്കാം. അതാകുമ്പോൾ നമുക്ക് അടുത്ത് പഞ്ച് ചെയ്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് പരിപാടി കഴിഞ്ഞല്ലോ. തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ പഴയ ഗമ്മും കാര്യങ്ങളൊക്കെ ഫുള്ള് നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുക. ഒരുമാതിരി വൃത്തികെട്ട ഗമ്മും ഉണ്ടാവും, പിന്നെ അതേപോലെ തന്നെ ഓൾറെഡി പൂപ്പല് കാര്യങ്ങളൊക്കെ പിടിച്ചുകൊണ്ട് അതൊക്കെ ഫുള്ള് നമ്മൾ എന്ത് ചെയ്യുക, ആവുന്നത് കുറച്ച് തുടച്ച് വൃത്തിയാക്കുക. ഇതാണ് എക്സസിൻ്റെ ടച്ച് എന്ന് പറയുന്ന സാധനം. ഇനിയിപ്പോൾ ഇത് നമുക്ക് മെഷീനിലിട്ടിട്ട് ക്ലീൻ തുടച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് മെഷീനിലിട്ടുന്ന കുറച്ച് സാധനം ഞാൻ ഇതിൽ കട്ട് ചെയ്തതാണ്. കുറേ അത്ര ലോങ് ആയിപ്പോൾ, അതുകൊണ്ടാണ്. കാരണം അത് വീഡിയോ ആയിട്ട് കാണിക്കുമ്പോൾ ചില ആൾക്കാർ മനസ്സിലാവില്ല. ഇനി മുമ്പത്തെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, കുറച്ച് മുമ്പത്തെ വീഡിയോ ഒക്കെ ഉപയോഗിക്കണം. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഗ്ലാസ് ചേഞ്ച് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ള ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് 2 പ്രശ്നം കൂടി ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇനി പഞ്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ചില ആൾക്കാർ പറയും ഡിസ്പ്ലേ മാറ്റിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ മുകളിലുള്ള ആ ഒരു പൂപ്പൽ പോലത്തെ ഒരു സാധനം പോക്കാണ്ടാണ് വെച്ചത്. അതാകുമ്പോൾ പ്രശ്നമില്ലല്ലോ. എയ്ത്തും കുത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങളത് മാറ്റി എന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ പൂപ്പൽ പോലത്തെ സാധനം മാറ്റാണ്ട് അവിടെ വെച്ചുകൊണ്ട് നമുക്ക് ഡിസ്പ്ലേ മാറിയില്ല എന്നുള്ളത് കൺഫേം ആണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ വെച്ചത്. അതിന് ശേഷം ഞാൻ ബ്ലേഡ് വെച്ചിട്ട് ചില കാര്യം ചുരണ്ടി ഈ ഒരു ഷീൽഡിൻ്റെ മുകളിൽ മാത്രമേ ഉള്ളൂ, വേറെ എവിടെ ഇല്ല. അതെന്തായാലും ചുരണ്ടി പോക്കി ഫുള്ള് സെറ്റാക്കി എന്നതിന് ശേഷം സ്ട്രിപ്പിൻ്റെ മേളിൽ ഇതേപോലെ സ്ട്രിപ്പ് ഒട്ടിച്ച് കൊടുക്കണം. എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ തൂങ്ങി നിൽക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ മുകളിൽ തന്നെ സ്റ്റിക്കർ ഉണ്ടാവും. സ്റ്റിക്കർ പറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഗമ്മും ഉണ്ടാവും. അതൊന്ന് ഫുള്ള് സെറ്റാക്കി ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നതിന് ശേഷം ഇനി പഞ്ച് ചെയ്തതിൽ ഇനി എന്തെങ്കിലും സീനുണ്ടോ ഇല്ലോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ, അതേപോലെ പഞ്ച് ചെയ്തതിൽ എന്തെങ്കിലും സീനുണ്ടോ ഇല്ലോ എന്ന് അറിയാൻ വേണ്ടി ഒന്നും കൂടി നമ്മൾ എന്ത് ചെയ്ത് ഡിസ്പ്ലേ ഇട്ടിട്ട് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് ഫുള്ള് ഡിസ്പ്ലേ അതിൻ്റെ മുകളിൽ ഫ്രെയിമിലൊക്കെ ഫിറ്റ് ചെയ്ത് എന്നതിന് ശേഷം ഓണാക്കി നോക്കി. സാധനത്തിന് ലൈൻസോ കാര്യങ്ങളോ ഒന്നുമില്ല, ഫുള്ള് പക്കയായിട്ട് ഓൺ ആയിട്ടുണ്ട്. ടച്ച് കാര്യങ്ങളൊക്കെ പക്കയായിട്ട് വർക്ക് ചെയ്യുന്നത്. പിന്നെ ടച്ചും കൂടെ ചെക്ക് ചെയ്യണമല്ലോ, കാരണം ടച്ച് നമ്മൾ മാറ്റുന്നതാണല്ലോ. അപ്പോൾ ടച്ച് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ഇതിൻ്റെ ടു സെറ്റ്, അതായത് നമ്മൾ മറ്റേ അസിസ്റ്റീവ് ടച്ച് എടുത്തിട്ട് എല്ലാ ഭാഗത്തും ഇങ്ങനെ ഓടിച്ചു നോക്കുക തന്നെ, ഓടിക്കുക എല്ലാ ഭാഗത്തും ഓടിച്ച് കുഴപ്പമൊന്നുമില്ല, ഫുള്ള് സെറ്റാണ്. ഇനി ഡിസ്പ്ലേ ഇടുക എന്നുള്ളതാണ്. ആദ്യം നമ്മൾ ചെക്കിംഗ് ബാറ്ററി മാറ്റി അതിലിടാൻ വേണ്ടിയിട്ട് പുതിയൊരു ബാറ്ററി വാങ്ങിച്ച് എന്നതിന് ശേഷം അതിൻ്റെ ബാറ്ററിൻ്റെ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ പറിച്ച് ഫുള്ള് സെറ്റാക്കി കറക്റ്റ്. ഈ ഒരു ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ചില ഇങ്ങനെ ചിരിഞ്ഞൊക്കെ പോയിട്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഒരു പോർഷൻ കറക്റ്റ് സൈസ് ആയതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ല, കറക്റ്റ് അവിടെ നിന്നോളും. ബാറ്ററി ആദ്യം കുടുക്കിയിട്ടിട്ട് ഫിക്സ് ചെയ്യുന്ന സമയത്ത് പ്രശ്നമില്ല. ഇത് ഫിക്സ് ചെയ്തിട്ട് ബാറ്ററി കുടിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിപ്പോൾ, അതുകൊണ്ട് ആ കറക്റ്റിന് നോക്കി ഫിക്സ് ചെയ്യുക. എന്നതിന് ശേഷം ഇനി ഫ്രെയിമിലേക്ക് ഡിസ്പ്ലേ പ്ലാക്ക് ചെയ്യുക. ഡിസ്പ്ലേ പ്ലാക്ക് ചെയ്യുമ്പോൾ ഫ്രെയിമിൻ്റെ നമ്മൾ അത്യാവശ്യം നല്ല ഓവർ ഗമ്മിടണ്ട, അത്യാവശ്യം ഒരു മീഡിയത്തിൽ ഗമ്മൊക്കെ ഇട്ട് എന്നതിന് ശേഷം ഫ്രെയിമിൻ്റെ മുകളിൽ ഡിസ്പ്ലേ വെക്കുന്ന സമയത്ത് ഓവറായിട്ട് പ്രസ്സും ചെയ്യരുത് കേട്ടോ. ജസ്റ്റ് മെല്ലെ ഇതൊക്കെ മെല്ലെ ചെയ്യാൻ പാടുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ പേപ്പർ ഡിസ്പ്ലേനെ കൊണ്ട് പൊട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഡെയിലി ചെയ്യുന്ന ആൾക്കാർക്ക് ഒന്നും യാതൊരു പ്രശ്നമുള്ള കാര്യമില്ല. ഞാൻ എൻ്റെ കാര്യമല്ല കേട്ടോ പറഞ്ഞത്, ഇത് കാണുന്ന ആൾക്കാർ ചിലപ്പോൾ ഡെയിലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഒരിക്കലും ഇവൻ ഇതിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്യുന്ന ആൾക്കാർക്ക് സൂക്ഷിച്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ പേടി കൊടുക്കും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നത്, അതുകൊണ്ടാട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ച് മെല്ലെ ചെയ്യുക. പിടിച്ചമക്കലും പിടിക്കലൊക്കെ ഇങ്ങനെ ഡാമേജ് ആയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ചെയ്യുമ്പോൾ എനിക്ക് അതൊരു ഇതായിരിക്കും. അതുകൊണ്ടാണ് ഇനിയിപ്പോൾ സാധനങ്ങളൊക്കെ ഫിക്സ് ചെയ്ത് ഡിസ്പ്ലേ നമ്മൾ ഫിക്സ് ചെയ്ത് ഷീൽഡ് കാര്യങ്ങളൊക്കെ ഫുള്ള് പാക്ക് ചെയ്ത് ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇത് ഓണാക്കി സാധനം ഇപ്പം നിലവിൽ ഫുള്ള് ഓക്കെ ആയിട്ടുണ്ട്. അതായത് റീസ്റ്റാർട്ടിങ്ങിൻ്റെ കംപ്ലയിൻറ്റും പിന്നെ അതേപോലെ തന്നെ ബാറ്ററി ബൾജായ കംപ്ലയിൻറ്റ്, ബാറ്ററി മാറ്റി, പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് പൂപ്പൽ കാര്യങ്ങളൊക്കെ ഫുള്ള് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആരെങ്കിലും കുടുങ്ങി നിൽക്കുന്നുണ്ട് നമ്മളായിട്ട് കോൺടാക്ട് ചെയ്തോളൂ. നമ്പർ ഞാൻ ബയോ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്തിട്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ സൈഡിലത്തെ സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം.